ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് വിത്ത് C++ ആണ്. വാട്ട് ഈസ് C++? എന്താണ് C++ എന്ന് നോക്കാം. C++ ഈസ് ആൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ബിയാർനെ സ്റ്റോസ്ട്രപ്പ് അറ്റ് AT&T ബെൽ ലബോറട്ടറീസ്. C++ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ബിയാർനെ സ്റ്റോസ്ട്രപ്പ് എന്ന ഡെവലപ്പറാണത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്ന് പറയുന്നത് നോക്കാം. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണെന്ന് പറയണമെങ്കിൽ അതിൽ ചില കൺസെപ്റ്റ്സ് ഫോളോ ചെയ്തിട്ടുണ്ടാവണം. സോ നമുക്ക് ഏതൊക്കെയാണ് കൺസെപ്റ്റ്സ് എന്ന് നോക്കാം. ഒബ്ജക്ട്സ്, ക്ലാസസ്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ ആൻഡ് എൻക്യാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, ഡൈനാമിക് ബൈൻഡിംഗ്, മെസ്സേജ് പാസിംഗ്. നമുക്ക് എന്താണ് ഒബ്ജക്ട്സ് എന്ന് നോക്കാം. ഒബ്ജക്ട്സ് ആർ ദ ബേസിക് റൺ ടൈം എൻറ്റിറ്റീസ് ഇൻ ആൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് സിസ്റ്റം. അപ്പോൾ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് ഒരു ബേസിക് റൺ ടൈം എൻറ്റിറ്റിയാണ്. ദേ മേ റെപ്രസെൻറ്റ് എ പേഴ്സൺ, എ പ്ലേസ്, എ ബാങ്ക് അക്കൗണ്ട്, എ ടേബിൾ ഓഫ് ഡാറ്റ ഓർ എനി ഐറ്റം ദാറ്റ് ദ പ്രോഗ്രാം ഹാസ് ടു ഹാൻഡിൽ. അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു പ്ലേസ് ആവാം, ഒരു പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ആവാം. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു റിയൽ ടൈം എൻറ്റിറ്റിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഈസ് അനലൈസ്ഡ് ഇൻ ടേംസ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് ദ നാച്ചർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദം. അപ്പം പ്രോഗ്രാമിംഗ് പ്രോബ്ലം അനലൈസ് ചെയ്യുന്നത് ഒബ്ജക്ട്സിൻ്റെയും അതിൻ്റെ നാച്ചർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദം, ആ ഒബ്ജക്ട്സ് തമ്മിലുള്ള നാച്ചർ ഓഫ് കമ്മ്യൂണിക്കേഷനും ബേസ് ചെയ്തിട്ടാണ് പ്രോഗ്രാമിംഗ് പ്രോബ്ലം അനലൈസ് ചെയ്യുന്നത്. When a program is executed, the object interact by sending messages to one another. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒബ്ജക്ട്സ് പരസ്പരം മെസ്സേജസ് സെൻഡ് ചെയ്തിട്ടാണ് അവ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നത്. അടുത്ത കൺസെപ്റ്റാണ് ക്ലാസസ്. എ ക്ലാസ് ഇസ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ഓഫ് സിമിലർ ടൈപ്പ്. ക്ലാസ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. സിമിലർ ടൈപ്പിലുള്ള കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സിനെയാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മാംഗോ, ആപ്പിൾ ആൻഡ് ഓറഞ്ച് ആർ ദ മെമ്പേഴ്സ് ഓഫ് ക്ലാസ് ഫ്രൂട്ട്. നമ്മൾ ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മാംഗോ, ആപ്പിൾ, ഓറഞ്ച് എന്നിങ്ങനെ നമുക്ക് അതിൽ മെമ്പേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. Classes are user-defined data type and behave like built-in types of programming language. അപ്പോൾ ക്ലാസ്സസ് എന്ന് പറയുന്നത് ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ബിൽറ്റ്-ഇൻ ടൈപ്സ് പോലെ തന്നെയാണ് ഈ ക്ലാസ്സസും ബിഹേവ് ചെയ്യുന്നത്. വൺസ് എ ക്ലാസ് ഹാസ് ബീൻ ഡിഫൈൻഡ്, വി ക്യാൻ ക്രിയേറ്റ് എനി നമ്പർ ഓഫ് ഒബ്ജക്റ്റ് ബിലോങ്സ് ടു ദാറ്റ് ക്ലാസ്. അപ്പോൾ നമ്മളൊരു ക്ലാസ് ഒരിക്കൽ ഡിഫൈൻ ചെയ്താൽ നമുക്ക് ആ ക്ലാസ്സിൽ എത്ര നമ്പർ ഓഫ് ഒബ്ജക്ട്സ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള സിൻടാക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രൂട്ട്, മാംഗോ. ഇതിൽ ഫ്രൂട്ട് എന്ന് പറയുന്നത് ക്ലാസ് നെയിമും മാംഗോ അതിൻ്റെ ഒബ്ജക്റ്റ് നെയിമും ആണ്. അടുത്ത കൺസെപ്റ്റാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ ആൻഡ് എൻക്യാപ്സുലേഷൻ. The wrapping up of data and function into single unit is known as encapsulation. അപ്പം ഡാറ്റേനെയും ഫങ്ഷൻസിനെയും ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് റാപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. The data is not accessible to the outside world and only those functions which are wrapped in the class can access it. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിൽ എഴുതിയിരിക്കുന്ന ഡാറ്റ നമുക്ക് ഔട്ട്സൈഡ് വേൾഡിൽ ആക്സസിബിൾ ആയിരിക്കില്ല. അതിനകത്തുള്ള ഫങ്ഷൻസിന് മാത്രമേ ഇത് ആക്സസിബിൾ ആയിട്ട് വരുള്ളൂ. അബ്സ്ട്രാക്ഷൻ റെഫേഴ്സ് ടു ദ ആക്ട് ഓഫ് റെപ്രസെൻറ്റിംഗ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് വിത്തൗട്ട് ഇൻക്ലൂഡിംഗ് ദ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഓർ എക്സ്പ്ലനേഷൻ. അപ്പം അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് മാത്രം എക്സ്പ്രസ് ചെയ്തിട്ട് അല്ലാത്ത റെസ്റ്റ് ഓഫ് ഇൻഫർമേഷൻ, അതായത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് പോലെയുള്ള ഇൻഫർമേഷൻസ് ഹൈഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത കൺസെപ്റ്റാണ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ ഒബ്ജക്റ്റ് ഓഫ് വൺ ക്ലാസ് അക്വയർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഒബ്ജക്ട്സ് ഓഫ് അനദർ ക്ലാസ്. അപ്പോൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിലെ ഒബ്ജക്റ്റ് മറ്റൊരു ക്ലാസ്സിലെ ഒബ്ജക്ട്സിൻ്റെ പ്രോപ്പർട്ടീസ് അക്വയർ ചെയ്യുന്നതിനാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കാം. നമുക്കിവിടെ ബേർഡ് എന്ന് പറയുന്നൊരു ക്ലാസ് ഉണ്ട്. അതിൻ്റെ ഇൻഹെറിറ്റ് ചെയ്യുന്ന രണ്ട് ക്ലാസ്സസ് ആണ് ഫ്ലൈയിങ് ബേർഡ്സും അതുപോലെ തന്നെ നോൺ ഫ്ലൈയിങ് ബേർഡ്സും. അപ്പോൾ ഈ ബേർഡ്സിലെ ആട്രിബ്യൂട്ട്സ് ഈ രണ്ട്
ക്ലാസ്സിലെ ഒബ്ജക്ട്സും എന്ത് ചെയ്യുന്നുണ്ട്, അക്വയർ ചെയ്യുന്നുണ്ട്. The concepts of inheritance provides the idea of reusability. This means that we can add additional features to an existing class without modifying it. അതായത് നമ്മൾ ഇൻഹെറിറ്റൻസ് കൊണ്ട് എയിം ആക്കുന്നത് കോഡിൻ്റെ റീയൂസബിലിറ്റിയാണ്. അതായത് നമുക്ക് ഒരു എക്സിസ്റ്റിംഗ് ക്ലാസ്സിൽ അതിൽ അഡീഷണൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ക്ലാസ്സിലെ ഫീച്ചേഴ്സ് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അടുത്ത കൺസെപ്റ്റാണ് പോളിമോർഫിസം. പോളിമോർഫിസം എ ഗ്രീക്ക് ടേം മീൻസ് ദ അബിലിറ്റി ടു ടേക്ക് മോർ ദാൻ വൺ ഫോം. അപ്പം പോളിമോർഫിസം എന്ന് പറയുന്ന വേർഡ് ഒരു ഗ്രീക്ക് ടേമിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അത് മീൻ ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ ഫോം ടേക്ക് ചെയ്യാനുള്ള എബിലിറ്റീനെയാണ് നമ്മൾ പോളിമോർഫിസം എന്ന് പറയുന്നത്. An operation may exhibit different behaviors in different instances. The behavior depends upon the type of data used into the operation. അപ്പോൾ ഒരു ഓപ്പറേഷൻ ഡിഫറെൻറ്റ് ഇൻസ്റ്റൻസിൽ ഡിഫറെൻറ്റ് ബിഹേവിയേഴ്സ് കാണിക്കും. ഈ ബിഹേവിയർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ ഓപ്പറേഷനിൽ യൂസ് ചെയ്തിരിക്കുന്ന ഡാറ്റയുടെ ടൈപ്പ് അനുസരിച്ചായിരിക്കും. ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്, കൺസിഡർ ദ ഓപ്പറേഷൻ ഓഫ് അഡിഷൻ ഫോർ 2 numbers. ദ ഓപ്പറേഷൻ വിൽ ജനറേറ്റ് എ സം. അതായത് നമ്മൾ 2 നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള അഡീഷൻ ഓപ്പറേഷനാണ് എടുക്കുന്നതെങ്കിൽ അത് ജനറേറ്റ് ചെയ്യുക ആ 2 ഓപ്പറൻസിൻ്റെയും സം ആയിരിക്കും. ഇഫ് ദ ഓപ്പറൻസ് ആർ സ്ട്രിങ്, then the operation would produce a third string by concatenation. ഇനി നമ്മൾ ഇതിൽ എടുക്കുന്ന ഓപ്പറൻസ് സ്ട്രിങ് ആണെങ്കിൽ, നമ്മളിവിടെ എടുക്കുന്ന ഓപ്പറൻസ് സ്ട്രിങ് ആണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു തേർഡ് സ്ട്രിങ് ആയിരിക്കും ബൈ കോൺകാറ്റിനേഷൻ. അതായത് ആ 2 സ്ട്രിങ്ങും കൂടി ചേർന്ന് ഒരു പുതിയ സ്ട്രിങ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. The process of making an operator to exhibit different behaviors in different instances is known as the operator overloading. അപ്പം ഇങ്ങനെ ഡിഫറെൻറ്റ് ഇൻസ്റ്റൻസിൽ ഡിഫറെൻറ്റ് ബിഹേവിയേഴ്സ് കാണിക്കുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. അടുത്ത കൺസെപ്റ്റാണ് ഡൈനാമിക് ബൈൻഡിങ്. Binding refers to the linking of procedure call to the code to be executed in response to the call. Dynamic binding, also known as late binding, means that the code associated with a given procedure call is not known until the time of call at runtime. അപ്പോൾ ഡൈനാമിക് ബൈൻഡിങ്ങിനെ നമ്മൾ ലേറ്റ് ബൈൻഡിങ് എന്ന് വിളിക്കുന്നുണ്ട്. എന്താണ് ഡൈനാമിക് ബൈൻഡിങ്? ഡൈനാമിക് ബൈൻഡിങ് എന്ന് പറയുന്നത് നമ്മളൊരു പ്രൊസീജിയറിനെ കോൾ ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു പ്രൊസീജിയറിനെ കോൾ ചെയ്യുമ്പോൾ അതിൻ്റെ റൺ ടൈമിൽ മാത്രമായിരിക്കും ആ പ്രൊസീജിയറിനകത്തുള്ള എക്സിക്യൂട്ട് ചെയ്യേണ്ട കോഡ് സിസ്റ്റത്തിന് നൗൺ ആയിട്ടിരിക്കുക. അതുവരെ, അതായത് എക്സിക്യൂഷൻ ടൈം വരെ എന്താണോ എക്സിക്യൂട്ട് ചെയ്യേണ്ട കോഡ് എന്നുള്ളത് സിസ്റ്റത്തിന് അൺനൗൺ ആയിരിക്കും. അടുത്ത കൺസെപ്റ്റാണ് മെസ്സേജ് പാസിംഗ്. ആൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാം കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് ദാറ്റ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാം കൺസിസ്റ്റ് ചെയ്യുന്നത് സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് വെച്ചിട്ടാണ്. ദ പ്രോസസ് ഓഫ് പ്രോഗ്രാമിംഗ് ഇൻ ആൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് therefore involves the following basic step. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഫോളോയിങ് ബേസിക് സ്റ്റെപ്സ് ഇൻവോൾവ് ആണ്. ഏതൊക്കെയാണ് സ്റ്റെപ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ക്രിയേറ്റിംഗ് ക്ലാസ്സസ് ദാറ്റ് ഡിഫൈൻ ദ ഒബ്ജക്ട്സ് ആൻഡ് ദയർ ബിഹേവിയർ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ക്ലാസ്സും അതിൻ്റെ ഒബ്ജക്ട്സിനെയും ഡിഫൈൻ ചെയ്യുന്നതാണ്. സെക്കൻഡ് വൺ, ക്രിയേറ്റിംഗ് ഒബ്ജക്ട്സ് ഫ്രം ദ ക്ലാസ് ഡെഫിനിഷൻ. രണ്ടാമത് പറയുന്നത് നമ്മളുടെ ക്ലാസ് ഡെഫിനിഷനിൽ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. തേർഡ് വൺ, എസ്റ്റാബ്ലിഷിംഗ് കമ്മ്യൂണിക്കേഷൻ എമംഗ് ദം. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്ട്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യലാണ്. Objects communicate with one another by sending and receiving information much the same way as people pass message to one another. അപ്പോൾ ഈ ഒബ്ജക്ട്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇൻഫർമേഷൻസ് സെൻഡ് ചെയ്തും റിസീവ് ചെയ്തുമാണ്. അത് പറയുന്നത് ദ സെയിം വേ ആസ് പീപ്പിൾ പാസ് മെസ്സേജസ് ടു വൺ അനദർ. പീപ്പിൾ എങ്ങനെയാണോ മെസ്സേജ് പാസ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഒബ്ജക്ട്സ് ഇൻഫർമേഷൻ സെൻഡ് ചെയ്യുകയും റിസീവ് ചെയ്യുകയും ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. എ മെസ്സേജ് ഫോർ ആൻ ഒബ്ജക്റ്റ് ഈസ് റിക്വസ്റ്റ് ഫോർ എക്സിക്യൂഷൻ ഓഫ് എ പ്രൊസീജിയർ. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയറിൻ്റെ എക്സിക്യൂഷന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് ആയിരിക്കും.
and therefore will invoke a function in receiving object that generate desired output. അപ്പോൾ നമ്മളൊരു റിക്വസ്റ്റ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ പ്രൊസീജിയർ ഇൻവോക്ക് ചെയ്യും. റിസീവിങ് ഒബ്ജക്റ്റിൽ അതിൻ്റെ ഡിസയേർഡ് ആയിട്ടുള്ള റിസൾട്ടാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. മെസ്സേജ് പാസിംഗ് ഇൻവോൾവ് സ്പെസിഫൈങ് ദ നെയിം ഓഫ് ഒബ്ജക്റ്റ്, ദ നെയിം ഓഫ് ഫങ്ഷൻ ആൻഡ് ദ നെയിം ഓഫ് ഇൻഫർമേഷൻ ടു ബി സെൻഡ്. അപ്പോൾ മെസ്സേജ് പാസിങ്ങിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, ഒരു ഒബ്ജക്റ്റിൻ്റെ നെയിമും അതിൻ്റെ ഫങ്ഷൻ നെയിമും പിന്നെ എന്താണോ നമ്മൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ, അതുമാണ് മെസ്സേജ് പാസിങ്ങിൽ ഉണ്ടാവുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ കൺസെപ്റ്റ്സ് ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരാം.